ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മോളിവുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തതും റിലീസ് ചെയ്യാൻ പോകുന്നതുമായ മൂവികളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റത്തെ ഒരു മലയാളം മൂവിയാണ് മാരീസൻ. ഫഹദ് ഫാസിൽ, വടിവേലു എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സുധീഷ് ശങ്കർ സംവിധാനം ചെയ്ത സിനിമയാണ് മാരീസൻ. ഇതൊരു കോമഡി ത്രില്ലർ സിനിമയാണ്. കഥ ചുരുക്കത്തിൽ, ചെറുകിട മോഷണങ്ങളുമായി ജീവിക്കുന്ന ദയ തടവ് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുന്നു. ദയ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന വീടുകൾ മാത്രമേ മോഷണത്തിനായി തിരഞ്ഞെടുക്കാറുള്ളൂ. അങ്ങനെ ദയ മോഷ്ടിക്കാനായി ഒരു വീട്ടിൽ കയറുന്നതും അവിടെ അൽഷിമേഴ്സ് രോഗിയായ ഒരു വയോധികനെ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട നിലയിൽ കാണുന്നതും ആ വയോധികനെ അവിടെ നിന്ന് മോചിപ്പിച്ച് അവർ രണ്ടുപേരും നടത്തുന്ന യാത്രയാണ് ഈ കഥയുടെ ഇതിവൃത്തം. നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഈ മാസം ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തത് ഒരു മലയാളം മൂവിയാണ് വാസന്തി. സിജു വിൽസൺ, സ്വാസിക, സബരീഷ് വർമ്മ, ശിവജി ഗുരുവായൂർ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി സിജു വിൽസൺ നിർമ്മിച്ച് ഷിനോസ് റഹ്മാനും സുജാസ് റഹ്മാനും ചേർത്ത് സംവിധാനം ചെയ്ത സിനിമയാണ് വാസന്തി. മനോരമാക്സ് ആണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് മാസം ഇത് റിലീസ് ചെയ്യും. അടുത്തത് ഒരു മലയാളം മൂവിയാണ് വ്യസനസമേതം ബന്ധുമിത്രാദികൾ. അനശ്വര രാജൻ, സിജു സണ്ണി, ജോമൻ ജ്യോതിർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി എസ് വിപിൻ രചനയും സംവിധാനം നിർവഹിച്ച സിനിമയാണ് വ്യസനസമേതം ബന്ധുമിത്രാദികൾ. ഇതൊരു കോമഡി എൻ്റർടൈൻമെൻ്റ് ആണ്. മനോരമാക്സ് ആണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് 14 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തത് ഒരു മലയാളം മൂവിയാണ് നടികർ. ടോവിനോ തോമസിനെ നായകനാക്കി ലാൽ ജൂനിയർ സംവിധാനം ചെയ്ത സിനിമയാണ് നടികർ. ടോവിനോ തോമസിനെ കൂടാതെ ദിവ്യ പിള്ള, സൗബിൻ ഷാഹിർ, ബാലു വർഗീസ്, സുരേഷ് കൃഷ്ണ, ഭാവന എന്നിവർ ഇതിൽ മുഖ്യവേഷത്തിലെത്തുന്നു. സൈന പ്ലേ ആണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് 8 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് ബസൂക്ക എന്ന മൂവിയാണ്. മമ്മൂട്ടി, ഗൗതം മേനോൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഡിനോ ഡെന്നിസ് തിരക്കഥെഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് ബസൂക്ക. ഇതൊരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. C5 ആണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. പുതിയ റിപ്പോർട്ട് പ്രകാരം ബസൂക്ക ഓഗസ്റ്റ് 15 OTTയിൽ റിലീസ് ചെയ്യും. സുരേഷ് ഗോപി, അനുപമ പരമേശ്വരൻ, ശ്രുതി രാമചന്ദ്രൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പ്രവീൺ നാരായണൻ രചനയും സംവിധാനവും നിർവഹിച്ച സിനിമയാണ് JSK. ഇതൊരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. കഥ ചുരുക്കി പറയുകയാണെങ്കിൽ ജാനകി എന്ന പെൺകുട്ടിയും അവളുടെ അതിജീവന സമരവും അവളെ പിന്താങ്ങിയും എതിർത്ത് എത്തുന്ന സമൂഹവുമാണ് ചിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് C5 ആണ്. ഓഗസ്റ്റ് 14 ഇത് റിലീസ് ചെയ്യും. അടുത്തതൊരു ഹിന്ദി മൂവിയാണ് ടെഹ്റാൻ. ജോൺ അബ്രഹാം, മനുഷി ചില്ലാർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ദിനേഷ് വിജയൻ നിർമ്മിച്ച് അരുൺ ഗോപാലൻ സംവിധാനം ചെയ്ത സിനിമയാണ് ടെഹ്റാൻ. ഇതൊരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. ടെഹ്റാൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് C5 ആണ്. ഓഗസ്റ്റ് 14 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തതൊരു തമിഴ് മൂവിയാണ് പരുന്ത് പോ. ശിവ, ഗ്രേസ് ആന്റണി, അഞ്ജലി, മിഥുൽ റിയാൻ, അജു വർഗീസ്, വിജയ് യേശുദാസ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി റാം സംവിധാനം ചെയ്ത സിനിമയാണ് പരുന്ത് പോ. ഇത് മികച്ച നിരൂപക പ്രശംസ നേടിയ ചിത്രമാണ്. അച്ഛനും മകനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ കഥ പറയുന്ന സിനിമ ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. ഇതിൽ കോമഡിയും നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. തിയേറ്ററുകളിൽ നിന്ന് നല്ല റെസ്പോൺസാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ഈ വരുന്ന ഓഗസ്റ്റ് 5 ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ OTTയിൽ റിലീസ് ചെയ്യും. ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.